ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റെസിപ്പീസ് ഒന്നല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപാകതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോക്കി, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ ഇതൊരു ശനിയാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വെള്ളിയും ശനി ഇവിടെ എല്ലാ ജോലികൾക്കും അധികം ഇവിടെ ലീവായിരിക്കും. അപ്പോൾ നമുക്കും ഇവിടെ ലീവാണ്, അധികം ഓട്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു സുബേസ്കാരം കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എണീറ്റപ്പത്തിന് ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പം ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആക്കണില്ല, ഒരു ബർഗറും റെഡി ആക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, ഒന്ന് പോയി ചെക്ക് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കലില്ല. എന്തെങ്കിലുമൊക്കെ ബ്രെഡ് പൊരിച്ചതോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ ബർഗറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കലുള്ളൂ. ഹെവി ആയിട്ടൊന്നും നമ്മൾ തയ്യാറാക്കലില്ല. അപ്പോൾ ബർഗർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മയോണൈസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ബർഗറിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ബർഗർക്ക് നമ്മൾ തക്കാളിയും ഉള്ളിയും ലെറ്റ്യൂസും പിന്നെ ചീസുമാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അധികം തക്കാളി ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനത്തെ ഷവർമ, ബർഗർ, സാൻഡ്വിച്ച് ഇങ്ങനത്തെ എല്ലാം ഇട്ടാൽ ഞാൻ കഴിക്കും. അല്ലാതെ എനിക്ക് തക്കാളിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ സമയം ആദ്യം മിക്കൊന്നും എണീറ്റിട്ടില്ല. ഒരു ഉറങ്ങണം, വൈകി കിടക്കണതുകൊണ്ട് വേഗം എണീക്കുള്ളൂ. അപ്പോൾ ബർഗറൊക്കെ റെഡിയാക്കി ചായ ഉണ്ടാക്കി പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പത്തിന് ഇക്ക എണീറ്റിട്ടുണ്ട്, മോനെ എണീറ്റിട്ടില്ല. അപ്പോൾ ബർഗറിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടും. ഒന്ന് കഴിച്ചാൽ തന്നെ നന്നായി വയറ് ഫില്ലാവും. പിന്നെ ഉച്ച സമയം വരെ ഒന്നും വേണ്ടി വരില്ല. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്കുള്ള ലഞ്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറിയായിട്ട് ചേമ്പാണ് ഉണ്ടാക്കണത്. അപ്പോൾ ചേമ്പൊന്ന് കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ പുറത്ത് പോയി കണ്ട് എവിടെയും നിൽക്കുമ്പോഴാണ് നമ്മളെ നാട്ടിലത്തെ ഫുഡും നാട്ടിലത്തെ ഓരോ ഐറ്റംസൊക്കെ നമുക്ക് മിസ് ചെയ്യുക കേട്ടോ. ചേമ്പൊക്കെ എനിക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ആദ്യം കണ്ടപ്പോൾ അതാണ്ട് എടുത്തിട്ടതാണ്. അപ്പോൾ ആ ചേമ്പൊക്കെ അരിഞ്ഞെടുത്ത് തക്കാളിയും ഒരു പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളവിടെ വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ തലേന്ന് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെന്താ, അതിൻ്റെ ഇടയിൽ കുറച്ച് കേബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് കരുതി. അപ്പോഴേക്കിതാ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാമെന്ന് കരുതി. അത് താളിച്ചൊഴിച്ചതിന് ശേഷം ആ പാനിൽ തന്നെ ഞാൻ കേബേജ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനുള്ള എണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുകും കറിവേപ്പിൻ്റെലൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ കേബേജ് ഇട്ട് വേവിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി. അപ്പോൾ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ ഇനി ക്ലീനിങ് ആണ്. ഇവിടെ ആയതുകൊണ്ട് അധികം ക്ലീനിങ് ഒന്നുമില്ല. നമ്മളെ നാടത്തെ പോലെ അകടിച്ചേരുക, തുടക്കുക, മുറ്റടിച്ചേരുക അങ്ങനത്തെ പണികളൊന്നുമില്ല. അടിച്ചേരി തുടക്കുകയൊക്കെ ചെയ്യും. അത് രാത്രിയാണ്. രാത്രി എപ്പോഴെങ്കിലൊക്കെ ഒന്നും അധികം വൃത്തിയായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അത് രാത്രിയാണ് ഇടയ്ക്ക് അധികം ചെയ്യുക.
എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ആ പാത്രം കഴുകൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അപ്പം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആരും കഴുകി തരുമൊന്നുമില്ലല്ലോ ഇവിടെ വന്നിട്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കണ്ട് ഞാൻ പിന്നെ പാത്രം കഴുകാൻ നിന്ന്. അപ്പോൾ ഇതിൻ്റെ 2 ദിവസം മുമ്പ് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിലെ നെയ്ബറാണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അവർ വരുന്നൊന്നും പറഞ്ഞിട്ടില്ല, അവർ ഇവിടെ എത്തിയിട്ടാണ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത്. അപ്പോൾ അവർ വന്ന് പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവർ വന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യാം. അവരിവിടെ ജിദ്ദയിൽ തന്നെയാണ്. ഞങ്ങൾ പെരുന്നാൾക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ പെരുന്നാൾക്ക് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തോ അവരുടെ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ അവർ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവരിക. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയി വരാം കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് രാവിലെ തന്നെ വിളിച്ചെങ്കിൽ എനിക്ക് രാവിലെ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു, നിങ്ങളെന്താ വിളിച്ച് പറയാഞ്ഞെന്നൊക്കെ ചോദിച്ച് ഞാൻ പറയായിരുന്നു കേട്ടോ. അവർക്ക് രണ്ടാൾക്കും ഇവിടെ ജോലിയുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽ നഴ്സാണ് അവർ. അപ്പോൾ അവർ എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ്. ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്തോ ഹോസ്പിറ്റലിൽ കാട്ടാൻ വന്നതാണ്. അപ്പോൾ അവർക്കും ഒരു കുഞ്ഞു ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അത് മെഡിക്കൽ കപ്പിൾ ഒഫീഷ്യൽ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സൊക്കെ ഒന്ന് അവരുടെ ചാനലിൽ പോയി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ വലിയ യൂട്യൂബർ ആയിട്ടൊന്നല്ല പറയണത്, നമ്മളെ കൊണ്ട് കഴിയുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അവർ രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് അധികം വീഡിയോസൊന്നും അവർക്ക് ഇടാൻ പറ്റലില്ല. പിന്നെന്താ, ഫുഡൊക്കെ റെഡിയായി. നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് റെഡിയാക്കിയത്. അവർ പെട്ടെന്ന് വന്നതായതുകൊണ്ട് നമുക്ക് അധികം ഐറ്റംസ് ഒന്നും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ആയതുകൊണ്ട് നമുക്ക് റൂമിൽ തന്നെ അധികം സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും അതിലുള്ള സൗകര്യത്തിൽ നമ്മൾ അവരെ നന്നായി സൽക്കരിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഒരു കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഒരു 3:30 ആയപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ പോയത്. 4 മണിക്കൊക്കെയാണ് പോയത്. ആദ്യമൊക്കെ പിന്നെ പുറത്തുനിന്ന് ആരെയും വന്നാൽ ഒന്ന് മിങ്കിളാവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഇവരും കുറച്ച് സമയം നിന്നു. പക്ഷെ ഓല് വന്നപ്പോഴൊക്കെ നന്നായി ഉറങ്ങായിരുന്നു. പിന്നെ കുറച്ച് ഉച്ചക്ക് ഇവർ ഫുഡ് കഴിക്കാനായപ്പോഴാണ് ഞാൻ ഓന് ഉണർന്നത്. മറന്ന് കൈ പിടിച്ചതാ. നമ്മളൊരു പ്രവാസി ആയാൽ പിന്നെ നമ്മളെ നാട്ടിലത്തെ ആരെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളെ പരിസരത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണല്ലേ. ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് അറിയാൻ, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ നാട്ടിലത്തെ കാര്യമൊക്കെ പറഞ്ഞൊന്ന് സംസാരിക്കാൻ. ഇവർ വന്നിട്ട് പിന്നെ നാട്ടിലത്തെ കാര്യം പറഞ്ഞ് ഓരോന്ന് സംസാരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത ദിവസത്താണ്. ഉച്ചക്കത്ത് നമ്മൾ ഫ്രഷായി വന്ന് ലഞ്ചൊക്കെ കഴിക്കുകയാണ്. ചോറും നമ്മുടെ ചേമ്പ് കറിയും പിന്നെന്താ ചിക്കൻ പൊരിച്ചതും കേബേജ് ഉപ്പേരിയൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുകയാണ്.
ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരിക്കും, ചിലപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ കളിച്ചിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഫ്രീസറിൽ കുറച്ച് പൂളുണ്ടായിന്, ഫ്രോസൺ പൂളുണ്ടായിന്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് അലക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ആദ്യം വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കളിക്കാൻ ഇറങ്ങും, അങ്ങനെ പുറത്ത് ഒന്ന് വെയിലൊക്കെ കൊള്ളട്ടെ എഴുതിയിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങലുണ്ട്. നാട്ടിലാകുമ്പോൾ നമ്മൾ വെയിൽ കൊള്ളല്ലേ പറഞ്ഞിട്ട് നമ്മൾ അകത്തൊക്കെ ഇടും. ഇവിടെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിൽ കൊണ്ടുവന്ന് നമ്മൾ പുറത്തൊക്കെ ഇടും. കുട്ടികൾക്ക് എവിടെ പോയാലും ഒരു അസ്വസ്ഥത അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കളിക്കും കേട്ടോ. കുറച്ച് നേരം കളിക്കുമ്പോൾ പന്ത് 2 റൗണ്ട് തട്ടും, വണ്ടി 2 റൗണ്ട് ഓട്ടും, അപ്പോഴത്തേനും അവൻ കുഴങ്ങും. പിന്നെന്താ, അലക്കാട്ടതൊക്കെ അലക്കി തോരട്ട് പിന്നെ അകത്ത് കയറി. പിന്നെ നമ്മൾ ഫ്രീസറിൽ ഫ്രോസൺ പൂളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തണുപ്പൊക്കെ ഐസൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി നുറുക്കി നമ്മൾ പൂള കൂട്ടാൻ വെക്കുകയാണ്. അപ്പോൾ ആ പൂളിയൊക്കെ റെഡിയായി. ഞാനൊന്ന് കടുക് വറുത്ത് കട്ടൻ ചായയും പൂളിയും കഴിക്കുകയാണ്. ഇപ്പോൾ കട്ടൻ ചായയും പൂളക്കൂട്ടാനൊക്കെ കഴിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു രസം കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഒരു വൈബൊക്കെ വന്ന പോലെ തോന്നി. അപ്പോൾ എന്താ, ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ കബോർഡൊക്കെ ഒന്ന് ആകെ അലങ്കോലായി കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. നമുക്കിവിടെ ക്ലീനിങ്ങിന് പ്രത്യേക സമയമൊന്നുമില്ല. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ കുപ്പിക്ക് പൊട്ടിച്ചിടാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. മഗ്‌രിബിസ്കാരവും ഇശാസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഒന്ന് പുറത്തുനിന്ന് നമ്മൾ പൊറാട്ട കൊടുന്നൊക്കെയാണ്. പൊറാട്ട കഴിക്കാൻ ആദ്യം പൊറാട്ട ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്ന് പൊറാട്ട വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം. നേരം കുറേ ആയിട്ടുണ്ട്, നേരം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഓർമ്മ അതിൻ്റെ ഇടയിൽ ഞാൻ അത് മറന്നിരുന്നു, ഡേ ആൻഡ് മൈ ലൈഫിൻ്റെ ഓർമ്മ ഞാൻ വിട്ടുപോയിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അധികം ഫുഡ് അടി തന്നെ ആയിരിക്കും. ഇവിടെ വന്നാൽ പിന്നെ അത് തന്നെ ഫുഡ് അടി, കിടന്നുറങ്ങുക, അത് തന്നെ കാര്യമായിട്ട്. നാട്ടിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആകെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ ഡേ ആൻഡ് മൈ ലൈഫ്. അപ്പോൾ നമ്മുടെ എല്ലാ ഡേയും ഇങ്ങനെ നിന്നല്ല കേട്ടോ, എല്ലാ ഡേയും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.